പെരിങ്കിരി വിശുദ്ധ അൽഫോൻസാ ദേവാലയത്തിൽ ഇടവക മധ്യസ്ഥയായ വിശുദ്ധ അൽഫോൻസാമയുടെ തിരുനാൾ ആഘോഷത്തിനും നവനാൾ ആചരണത്തിനും തുടക്കമായി. കൊടിയേറ്റ് കർമ്മം വികാരി ഫാദർ പോൾ കണ്ടത്തിൽ നിർവഹിച്ചു. പെരിങ്കിരി അൽഫോൻസാ ദേവാലയത്തിൽ ഇടവകയുടെ സ്വർഗീയ മധ്യസ്ഥയായ വിശുദ്ധ അൽഫോൻസാമയുടെ തിരുനാൾ 20 മുതൽ 28 വരെയുള്ള ദിവസങ്ങളിൽ നടത്തപ്പെടുകയാണ്. തിരുനാൾ ദിനങ്ങൾ ഏറെ അനുഗ്രഹപ്രദമായി തീരാൻ വേണ്ടി തമ്പുരാന്റെ സന്നദ്ധി മാധ്യസ്ഥം യാചിച്ച് പ്രാർത്ഥിക്കുന്നു. സഹനത്തിന്റെ പുണ്യപുത്രി എന്നറിയപ്പെടുന്ന അൽഫോൻസാമ നമ്മുടെ സഹനങ്ങളെയൊക്കെ ദിവകരങ്ങളിൽ സമർപ്പിച്ചുകൊണ്ട് അവയെല്ലാം സന്തോഷകരമാക്കി തീർക്കുവാനുള്ള വലിയ മാധ്യസ്ഥമാണ് നമുക്ക് നൽകുന്നത്. വിശുദ്ധ അൽഫോൻസാമയിലൂടെ മാധ്യസ്ഥം യാചിക്കുവാനായിട്ട് എല്ലാവരെയും ഏറെ സ്നേഹത്തോടെ ഈ തിരുനാൾ ദിനങ്ങളിലേക്ക് പെരിങ്കിരി അൽഫോൻസാ ദേവാലയത്തിലേക്ക് ഹൃദ്യമായി സ്വാഗതം ചെയ്യുന്നു. ദിവ്യകാരുണ്യ ആരാധന, തിരുസ്വരൂപ പ്രതിഷ്ഠ, വിശുദ്ധ കുർബാന, വചന സന്ദേശം, നൊവേന, തിരുശേഷിപ്പ് വണക്കം എന്നിവയ്ക്ക് രണ്ടാം കടവ് പള്ളി വികാരി റവറൻ ഫാദർ നോയൽ ആനിക്കുഴിക്കാട്ടിൽ കാർമ്മികത്വം വഹിച്ചു. ജൂലൈ 20 മുതൽ ആരംഭിച്ച തിരുനാൾ ആഘോഷം 28-ന് സമാപിക്കും. നിരവധി വിശ്വാസികളാണ് ചടങ്ങിൽ പങ്കെടുത്തത്. തിരുനാളിന്റെ ആദ്യ ദിനമായ ഇന്ന് നമുക്ക് വേണ്ടി വിശുദ്ധ കുർബാന അർപ്പിച്ച് പ്രാർത്ഥിക്കുകയും ഈ ദിനത്തിന്റെ സന്ദേശം നമുക്ക് നൽകുകയും ചെയ്യുക ഏറെ സ്നേഹം നിറഞ്ഞ നോയൽ ആനിക്കുഴിക്കാട്ടിൽ സുനാണ്. ഇതേപോലെ രണ്ടാം കടവ് ഇടവകയുടെ വികാരിയായിട്ട് സുദൃഢമായിട്ട് സേവനം ചെയ്യുകയാണ്. അതോടൊപ്പം തന്നെ യുവജനങ്ങളെയും കൊച്ചുമക്കളെയും ഒക്കെ ഏറെ സ്നേഹിക്കുകയും ഒത്തിരിയേറെ നല്ല ക്ലാസ്സുകൾ, മോട്ടിവേഷൻ ക്ലാസ്സുകളൊക്കെ എടുക്കുന്ന ഒരു നല്ല വൈദികനാണ് നോയൽ അച്ഛൻ. അച്ഛൻ്റെ സ്വന്തം ഇടവക വെള്ളാലാണ്. ചോദിച്ചപ്പോൾ ഏറെ സ്നേഹത്തോടെ താല്പര്യത്തോടു കൂടെ നമ്മളോട് കൂടി ആയിരിക്കുവാൻ അച്ഛൻ മനസ്സ് കാണിക്കുകയായിരുന്നു. ഏറെ സ്നേഹത്തോടു കൂടെ നമ്മുടെ ഇടവക കൂട്ടായ്മയിലേക്ക് എല്ലാവരുടെയും പേരിൽ സ്വാഗതം ചെയ്യുകയാണ്.